പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ദൃശ്യം എന്ന ഈ ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ പുറത്തു വരുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? 2026 എല്ലാവരും ഏക പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ലോക സിനിമ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മലയാളത്തിലെ ദൃശ്യം 3. അതിൻ്റെ പോസ്റ്റർ പുറത്തു വന്നതിന് ശേഷം പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇത്രമേൽ കഥകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ദൃശ്യം 3യുടെ പോസ്റ്റർ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. സോഷ്യൽ മീഡിയയിൽ പലരും പലതരത്തിലുള്ള ഒരു പോസ്റ്ററിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാവുന്നു. സോഷ്യൽ മീഡിയ നമ്മളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആ പോസ്റ്ററിനകത്ത് കൃത്യമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് പുറത്തു വിട്ടത്. എനിക്കൊന്നു ഭാഗം 1ൻ്റെയും ഭാഗം 2ൻ്റെയൊക്കെ നമ്മുടെ മനസ്സിൽ തിങ്ങി നിന്ന ചില കാര്യങ്ങളാണ് അതിന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മോഹൻലാൽ കണ്ണ് തുറക്കുന്നത്, എന്തോ ഒരു കണ്ണ് തുറപ്പല്ലേ. ഈ കണ്ണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ തൃക്കണ്ണിനെ പറ്റി ഓർമ്മ വരുന്നല്ലേ. പുരാണത്തിലെ ശിവൻ തൃക്കണ്ണ് തുറന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആ കണ്ണ് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ കണ്ണ് തുറക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത അവസ്ഥ അല്ലേ. എല്ലാവർക്കും അത് തോന്നിയെന്നുള്ളതാണ്. കണ്ണിൽ നമ്മളത് കണ്ടതാണ്, ദൃശ്യം 2ലും നമ്മളത് കണ്ടതാണ്, ദൃശ്യം 3ലും നമ്മളത് കൃത്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനിടയിൽ മൊബൈൽ ഫോണ്, കാറ്, നമ്മുടെ വരുൺ കാണാതായ കാറ്, മൊബൈൽ ഫോണ്, കൈക്കോട്ട്, പിന്നെ അസ്ഥി നിറച്ച ബാഗ്, അതെനിക്ക് തോന്നുന്നു ദൃശ്യം 2ലായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ മുമ്പിൽ മറഞ്ഞു പോയത്. പക്ഷെ അതിലുപരി ഇതിലെ കഥാപാത്രങ്ങളിൽ ഓരോരുത്തരുടെയും ചില കാര്യങ്ങൾ, മനസ്സിലുള്ള ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പം പ്രവചിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഒന്ന് എന്ന് പറയുന്നത് അൻസിബയുടെ അഞ്ജുവിൻ്റെ കഥാപാത്രം. അഞ്ജു ആണല്ലോ ഈ കുടുംബത്തിന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുത്തി തീർക്കുന്നത്. അതിനൊരു കാരണമായി, വരുത്തി തീർക്കുകയല്ല, ഒരു കാരണമായി. ആ അഞ്ജുവിൻ്റെ മുഖത്ത് ഇപ്പോഴും ആ ഭയം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഭയം അഞ്ജുവിൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും കാണാം. ആ പോസ്റ്റർ കാണുമ്പോൾ നമുക്കത് വ്യക്തമാണ്. പക്ഷെ റാണി മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യമുണ്ട്. കഴിഞ്ഞതെല്ലാം മറന്ന് മുന്നോട്ട് പോകുന്ന ആ പ്രസരിപ്പുള്ള കാര്യമാണ് റാണിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. കൃത്യമായിട്ട് ആ സമയത്ത് റാണിയുടെ സ്വഭാവത്തിൻ്റെ രീതി അതാണ്. കാരണം വളരെ കൂളായിട്ട് മുന്നോട്ട് പോവുകയും ആ സമയത്ത് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു ഇതാണ്. പെട്ടെന്ന് ഇഴുകിച്ചേർക്കാൻ പറ്റും എന്നുള്ള കാര്യം, കാലത്തോട് അനുബന്ധിച്ച് ഇഴുകിച്ചേരുന്ന ഒരു കഥാപാത്രമായിട്ട്. അനുവിൻ്റെ കഥാപാത്രം എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കുമ്പം അനുവിൻ്റെ കഥാപാത്രം മാത്രമേ എതിർ ദിശയിലേക്ക് നോക്കും. അപ്പം ആ കുടുംബത്തിൽ തന്നെ, ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ ഒത്തൊരുമയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ദൃശ്യം 3യിൽ ഒരുപക്ഷെ അനുവിൻ്റെ ഈ എന്താ പറയുന്നത് റിബൽ സ്വഭാവമാണോ നമ്മുടെ ജിത്തു പ്രമേയമായേക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അനു എന്ന് പറയുന്ന വ്യക്തിയുടെ കുഞ്ഞിലെ സംഭവിച്ച കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് അവിടെ ജീവിതത്തിലെ എല്ലാവിധ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് ടീനേജൊക്കെ വന്നു കഴിയുമ്പം കൂട്ടുകാരുമായിട്ട് ഉല്ലസിക്കണം, കൂട്ടുകാരുമായിട്ട് ഇവിടെയൊക്കെ പോകണം എന്ന്. പക്ഷേ ദൃശ്യം 2ൽ നമ്മൾ കണ്ടു കൂട്ടുകാരികളുമായിട്ട് പഠിക്കാൻ പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേന് അതുവരെ പുറത്ത് പോകുമോ എന്നുള്ള, എല്ലാവരുമായിട്ട് അവൾ സംസാരിച്ച് കഴിയുമ്പോൾ അവൾ പുറത്ത് പറഞ്ഞു പോകുമോ എന്നുള്ള ഒരു എന്താ പറയുന്നത്, ഒരു വ്യാകുലത ആ കുടുംബത്തെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യത്തിലേക്ക് പലപ്പോഴും റാണിയും മഞ്ജുവും ഒക്കെ ഒരു കൈകടത്തലുണ്ട്. അത് അവൾക്കൊരു പക്ഷേ മറ്റുള്ളവരോട് ഇതെല്ലാം തുറന്നു പറയാനുള്ള ഒരു ത്വര കൂടാനാണ് സാധ്യതയുള്ളത്. അതാണോ ഇതിനത് വിഷയമാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. എന്നാലും എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കുമ്പം
അനുവിൻ്റെ കണ്ണുകളിൽ ഇതൊക്കെ എത്ര നാളായിട്ട് ഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു യുവത്വത്തിൻ്റെ പ്രതീകം കാണാൻ പറ്റുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആ കണ്ണുകളിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ ജോർജ് കുട്ടികളുടെ കണ്ണുകൾ നമ്മളെയാണ്, പ്രേക്ഷകരെയാണ് കൃത്യമായിട്ട് നോക്കുന്നത് എന്നുള്ളതാണ്. ആ കണ്ണുകൾ ഇപ്പോഴൊരു മിസ്റ്ററി തെളിയുന്നുണ്ട് അല്ലേ? എന്താണ് ആ കണ്ണുകൾ ചിന്തിക്കുന്നതെന്നറിയില്ല. ഒരേ സമയത്ത് ഒരു നിമിഷത്തിലെ അനേകം കാര്യങ്ങൾ ആ മനസ്സിലൂടെ കടന്നു പോവാം. അങ്ങനെയാണല്ലോ ആ ജോർജ് കുട്ടിയുടെ കഥാപാത്രം. ജോർജ് കുട്ടിക്ക് മാത്രം അറിയാവുന്ന എന്ത് വന്നാലും കുഴപ്പമില്ല, തൻ്റെ കയ്യിൽ തന്നെ ഒതുങ്ങും എന്ന് പറയുന്ന ഒരു രീതിയാണ്. ആ കണ്ണുകളിൽ കൃത്യമായിട്ട് ഭയമില്ല, പക്ഷേ എന്തൊക്കെയോ ആ കണ്ണുകളിൽ ഉണ്ട് താനും അല്ലേ? അത് കൃത്യമായിട്ട് ആ പോസ്റ്റർ കാണുന്നുമുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടനും കൂടെ ആണെങ്കിൽ ഇപ്പം പറയാനുമില്ലല്ലോ, അതൊരു മാജിക്കാം. സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അനുവും അഞ്ജുവും തമ്മിലുള്ള ഒരു പോരുണ്ടോ, അവസാനം ആരോടെങ്കിലും ഇതെല്ലാം അനു തുറന്നു പറയുമോ എന്നൊക്കെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിൽ നിന്ന് ജോർജ് കുട്ടി എങ്ങനെ, കുടുംബത്തിൽ നിന്ന് ഒരു ചതി ഉണ്ടായിക്കഴിഞ്ഞാൽ ജോർജ് കുട്ടി അതെങ്ങനെ മേക്കപ്പ് ചെയ്യുമെന്നൊക്കെ ആയിരിക്കും കരുതുന്നത്. പക്ഷേ ദൃശ്യം 1 തൊട്ട് ജിത്തു എന്ന് പറയുന്ന ആ മാന്ത്രികൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ആ കുടുംബം തയ്യാറാക്കുമ്പോൾ ഒരാണും ഒരു പെണ്ണുമായിരുന്നെങ്കിൽ ഈ കഥയെ മാറിപ്പോനെ അല്ലേ? അത് കൃത്യമായിട്ട് ആദ്യ ഭാഗത്തിൽ തന്നെ 2 പെൺകുട്ടികളെയാണ് മക്കളായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അതാണ് ആ ബ്രില്യൻസ്. അതുപോലെ തന്നെ റാണിയോട് ജോർജ് കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടെയാണ് ആ ബോഡി ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അത് എന്നോടൊപ്പം കഴിയട്ടെ. കാരണം റാണിയോട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമേൽ നിലനിൽക്കില്ല എന്ന് കൃത്യമായിട്ട് ജോർജ് കുട്ടിക്ക് അറിയാം. അതുതന്നെയാണ് അതിൻ്റെ തുടർച്ചയാണ് 2ാം ഭാഗം. കാരണം വീട്ടിലെ അയലത്തുകാർ വന്ന് താമസിക്കും, പോലീസുകാർ വന്ന് താമസിക്കുമ്പം അവരോട് ചില കാര്യങ്ങൾ റാണി തുറന്നു പറഞ്ഞതിൻ്റെ പ്രകാരമാണ്. ഒരുപക്ഷെ ഈ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോർജ് കുട്ടി റാണിയുമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഈ കഥ തന്നെ നിന്ന് പോയനല്ലേ? ആ അവസ്ഥയാണ്. അതാണ് ബ്രില്യൻസ് എന്ന് പറയുന്നത് സാധനം. അതുപോലെ അനു, ആദ്യ ഭാഗത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അനു കൊച്ചു കുഞ്ഞാണ്. അനു ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ബോഡി എടുത്ത് അവിടുന്ന് മാറ്റിയിട്ട് അവിടെ ഒരു പശുവിൻ്റെ മൃതശരീരം കൊണ്ടുവന്ന് ഇടുന്നത്. അത് കൃത്യമായിട്ട് അറിയാം അനുവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. 2ാം ഭാഗത്തിലും ഒരു കാര്യവും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും തൻ്റെ കുടുംബവുമായിട്ട് പങ്കുവെക്കാൻ ജോർജ് കുട്ടി ആഗ്രഹിക്കുന്നില്ല. അതാണ് ആ ചിത്രത്തിൻ്റെ ബ്രില്യൻസ്. അനു ഈ കുടുംബത്തിനെതിരെ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അനുവിന് എന്തറിയാൻ പറ്റും? ഒരു രഹസ്യം അറിയാൻ പറ്റില്ല. റാണിക്കും അറിയില്ല, അഞ്ജുവിനും അറിയില്ല. കൃത്യമായിട്ട് ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ജോർജ് കുട്ടി മാത്രമാണ്. അതാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഒരു പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചിന്തിക്കുക, സിനിമ പ്രേമികൾ ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് ആ ചിത്രം എന്തുമാത്രം നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ആ ചിത്രത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പം ആ ആവേശമുണ്ടല്ലോ അങ്ങ് വാനോളം ഉയരും എന്ന് 100% ഉറപ്പാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏപ്രിൽ 2 എത്രയും പെട്ടെന്ന് ആകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആകാംക്ഷ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.